ലോർഡ്. ഈശോ പഠിപ്പിച്ചെന്ന ഏറ്റവും വലിയ പ്രാർത്ഥന എന്നാ? സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയല്ലേ? അങ്ങനെ ചിന്തിച്ചു നോക്കുമ്പം നമുക്കൊക്കെ ആ സ്വർഗത്തിലെ അപ്പച്ചനെ അല്ലെങ്കിൽ സ്വർഗത്തിലെ ആ പിതാവിനെ അപ്പ എന്ന് വിളിക്കാൻ പറ്റുന്നുണ്ടോ? ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഈശോയോട് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ്, എൻ്റെ ഈശോയെ, ആ സ്വർഗത്തിലെ എൻ്റെ പിതാവിനെ, സ്വർഗത്തിലെ എൻ്റെ അപ്പച്ചനെ എനിക്ക് അപ്പ എന്ന് വിളിക്കാനുള്ള സ്വാതന്ത്ര്യവും ആ ഒരു വിശ്വാസവും എന്നിൽ നിറയ്ക്കണേ എന്ന് ഈ എഫെസോസിലെ അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. നാം ദൈവത്തിന്റെ കരവേലയാണ്. അവിടുന്ന് മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുന്ന സൽപ്രവർത്തികൾ ചെയ്യാൻ വേണ്ടി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. അങ്ങനെയാണെങ്കിൽ ആ സ്വർഗത്തിലെ അപ്പച്ചന് നമ്മളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ആ സ്വർഗത്തിലെ അപ്പച്ചന്റെ എന്തൊക്കെയോ മുൻകൂട്ടി പ്ലാൻ ചെയ്തിരിക്കുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഈ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ഇന്നു മുതൽ നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്ക് ഇങ്ങനെയും പ്രാർത്ഥിക്കാം. എഫെസോസ് അധ്യായത്തിൽ 1-ാം അധ്യായം 17 പരീക്ഷ ഇങ്ങനെ പറയുന്നുണ്ട്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവും മഹത്വത്തിന്റെ പിതാവുമായവൻ ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവിനെ നമുക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നമ്മളെ നയിക്കട്ടെ എന്ന് നമുക്ക് ആ സ്വർഗീയ അപ്പച്ചനോട് ഇങ്ങനെ പ്രാർത്ഥിക്കാം. ആ പൂർണ്ണമായ അറിവ് നമുക്ക് നൽകി സ്വർഗത്തിലിരിക്കുന്ന അപ്പച്ചനെ അപ്പ എന്ന് വിളിക്കാനുള്ള സ്വാതന്ത്ര്യവും കൃപയും നമുക്ക് ഓരോരുത്തർക്കും നൽകണേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം, പരിശ്രമിക്കാം. ഈശോ നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.